കാരണം ഈ കുളം ഒരു വല്ലാത്ത ദുരൂഹതയായിട്ട് അവശേഷിക്കും അല്ലേ? അതെ അതെ അതെ. ഈ അച്ഛൻ ഈ കുളത്തിൽ തന്നെ നോക്കിയിരിക്കുകയാണ് എന്താണ് മോൾക്ക് സംഭവിച്ചറിയാൻ വേണ്ടി. അതെ, എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയാൻ പാടില്ല. ഇപ്പോൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഒരു വിഷയം കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ച ആ ദിവസമാണ് ഈ സംഭവിക്കുന്നത്. ഒരു 1 മണിയൊക്കെ ആയപ്പോൾ സ്കൂളിൽ നിന്ന് എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് കോൾ വരികയാണ്, കുട്ടി മിസ്സിങ് ആണ് എന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയത്തിനകത്ത് തന്നെ പറഞ്ഞു, ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ആൾക്കാർ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം 2 ചെരുപ്പ് കുളത്തിൽ നിന്ന് എടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. അന്ന് നോക്കി ഒരു 10 മിനിറ്റിനകത്ത് തന്നെ കുട്ടിയെ ഈ ഭാഗത്തുനിന്ന് ആ കൊക്കൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്തിന് താഴെ നിന്ന് കുട്ടിയെ എടുത്തു. ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, നെയ്യാറ്റിൻകര പോലീസ് ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ എടുത്തിട്ട്? വളരെ മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. മുങ്ങിക്കിടക്കുമായിരുന്നു. അങ്ങനെ എടുത്ത് അപ്പോഴേ തന്നെ അപ്പം ജീവനില്ല, നല്ല കണ്ടീഷനാണ്. നാട്ടുകാരും ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മരണം സ്ഥിരീകരിച്ചു. അച്ഛൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി സൗദിയിലാണ്. കേൾക്കുന്ന മകള് മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നു. മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കുളത്തിൻ്റെ അരിയിൽ അവൾ ഇത്രയും കാലവും അവൾക്ക് 15 വയസ്സായെങ്കിൽ അവൾ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ കൊച്ചു ഒരു കാരണവശാലും കുളത്തിൽ ചെന്ന് ആത്മഹത്യ ചെയ്യാൻ ഉള്ള ചാൻസ് കുറവാണ്. അപ്പോൾ എനിക്ക് ഉള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എൻ്റെ കൊച്ചിനെ എടുത്ത് മനഃപൂർവ്വം ചെയ്തതാണ് വിശ്വസിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കൊച്ചു ആത്മഹത്യ ചെയ്യാൻ ഒരു ഇതുമില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗത്താണ് കാണുന്നത്. ഇല്ല, അവൾ കുളത്തിൽ ഇവിടെ പോലും ഇറങ്ങിയിട്ടില്ല. കുളത്തിലേ അവൾ ഇറങ്ങിയിട്ടില്ല. കണ്ടട ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അല്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും കൊണ്ട് എന്നോട് പറഞ്ഞു തന്നതാ മാത്രമേ എനിക്ക് അറിയാം. കാണാനുള്ള ശക്തിയില്ലല്ലേ? കാണാനുള്ളതല്ലേ. ഇപ്പോഴാണ് അങ്ങോട്ട് പോന്നേ? ഞാൻ ഇപ്പോഴാണ് പോകുന്നത്. ഇവിടേക്ക് അവള് സ്ഥിരം വരുന്ന വീടിനോട് ചേർന്നുള്ള സ്ഥലമല്ലേ അച്ഛാ? അല്ല, അവള് വരുന്നില്ല, അവള് വരില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ മതിൽ ഇതല്ലേ വീട്? ഇത് തന്നെ എൻ്റെ ഈ മതിൽ വരെ. ഈ മതിൽ കെട്ടിയതിന് ശേഷം മുമ്പാണ് ഈ മതിലൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടന്നു. പക്ഷെ ഇപ്പോഴാണ് മതിൽ കെട്ടിയത്. 1.5 വർഷമായുള്ളൂ. അതിൽ പോയപ്പോഴാണ് കാല് തെറ്റി വീണ സാധ്യത ഉണ്ടാവൂ? ഇതുവരെ പോയിട്ടില്ല, അതാണ് സംശയം. അല്ല, ചേട്ടൻ ഗൾഫിലല്ലേ, ഇവിടുത്തെ നടക്കുന്ന കാര്യം അറിയില്ല. അല്ല, അതെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാറുണ്ട്. പിള്ളേ പോവില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു പട്ടിയുണ്ടായിരുന്നു. പട്ടിയെ കൊണ്ട് ഞാൻ കുളിപ്പിക്കാൻ വന്നപ്പോൾ അവൾ പേടിച്ച് വരില്ല. വെള്ളം പേടിയാണ്. ഞാൻ നീന്താൻ പഠിപ്പിക്കാൻ അവളെ കൊച്ചിലെ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവൾ വന്നിട്ടില്ല. നീന്തൽ അറിയില്ല. അവള് ഒരു ചാൻസും ഇല്ല. ഞാൻ കേട്ടതനുസരിച്ച് അത് എവിടെയാണ് കിടന്നത്? ഈ ഭാഗത്താണ് കിടന്നത്. ഇവിടെ നല്ല ആഴമുള്ള സ്ഥലമാണോ? ഇവിടെ ആഴമെന്ന് പറഞ്ഞാൽ കിളിക്കുള്ള വെള്ളേ ഉള്ളൂ. അതാണ് ഇത്. കൊച്ചു കാല് തട്ടി വീണു എന്ന് പറഞ്ഞാൽ ചിറക്കി വീണാലും അവൾ പൊക്കമുണ്ട്, വിശ്വത്തിന് പൊക്കമുണ്ട്. അവളെ എളിക്കുള്ള വെള്ളേ ഉള്ളൂ. പകൽ സമയത്ത് സംഭവം നടന്നിരിക്കുന്നേ 10:30ക്കും 1 മണിക്കും ഇടയിലാണ്. പകല് 10:30ക്ക് 1 മണിക്കും ഇടയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. എന്തെങ്കിലും പിടിച്ചുപോലും തള്ളിയിടുവാണെങ്കിൽ കാണാനുള്ള ആൾക്കാർ ഉണ്ടല്ലോ ഈ ഭാഗത്ത്? അതിന് ചാൻസ് കുറവാണെന്നറിയാമോ. അപൂർവമായിട്ടേ ആളുകൾ പോകാറുള്ളൂ. ഈ ഭാഗത്ത് ആൾക്കാർ ഇല്ലാതെ വലുതായിട്ട് വിജനമായ സ്ഥലം. യാദൃശ്യമായിട്ട് വെള്ളം അടിക്കാനൊക്കെ ചിലപ്പം ആൾക്കാർ ഇവിടെ വന്നിരിക്കാറുണ്ട്. അവിടെ ഒരു കിണറുണ്ട്. അന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഇവക്ക് പട്ടിയെ ഭയങ്കര പേടിയാണ്. പട്ടി വല്ലതും ഓടിച്ച് ഇവള് പേടിച്ച് ചാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടിയെ ഭയങ്കര പേടിയാണ് ഇവക്ക്. അല്ലെങ്കിൽ തോന്നുന്ന സംശയം പിടിച്ച് വെള്ളത്തിൽ ഇട്ടെന്നായിരിക്കുമോ? ആരെങ്കിലും പിള്ള വെളിയിൽ മുറ്റത്ത് പഠിച്ചിട്ട് ഇറങ്ങിയായിട്ട് നിന്ന സമയത്ത് ആരെങ്കിലും മോളിൽ കൂടി ഇറങ്ങി വന്നിട്ട് പിള്ളേ വിരട്ടിയോ എന്നൊരു സംശയം. പട്ടിയോ ആരെങ്കിലും മറ്റുള്ളവർ വിരട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് സാധ്യത. സ്വന്തം ഇഷ്ടപ്രകാരം ചാടാൻ ഉള്ള ഒരു ചാൻസും സ്കൂളിൽ വിഷയമില്ല. അവൾ SPCയിലുണ്ട്. പയ്യന്മാര് ശല്യപ്പെടുത്തിയിട്ടുള്ളതായിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അന്ന് രാവിലെ അവൾ എന്തെങ്കിലും സ്വഭാവത്തിൽ മാറ്റം വല്ലതും ഉണ്ടായിരുന്നോ?
എൻ്റെ കൊച്ച് സ്വയം എന്തായാലും ഇത് ചെയ്യൂല, ചെയ്യത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്. പിന്നെ എന്താ ഞാനും എൻ്റെ കൊച്ചും അവളെ ചേച്ചിയാണ് അവളുടെ ലോകം. ഒന്നും ചെയ്യൂല. എന്താണ് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്നേരം ഇവിടെ എന്ത് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുന്ന എപ്പോഴാ? അല്ല, ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും, വേറൊന്നുമില്ല. ബാത്റൂമിൽ പോയാൽ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ പോവുള്ളൂ, അമ്മ ഞാൻ ബാത്റൂം, കാരണം ഞാൻ ഇവിടെ വിളിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്. അവസാനം എന്ത് നിങ്ങൾ സംസാരിച്ചിട്ട് എന്താ പുറത്തോട്ട് പറഞ്ഞു പോകുന്നത്? എന്തുവാ? ഇല്ല അമ്മ, ഞാൻ ഇവിടെ പുറത്ത് നിൽക്കുകയാണെന്ന് പറയും. കാണാതാവുന്ന എപ്പോഴാ? അല്ല, അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ? മോള് മാത്രമേ ഉള്ളൂ. മോള് മാത്രമേ ഉള്ളൂ? ഞാൻ അങ്ങനെയാണ്, ഞാൻ വാട്ടർ പോയിട്ട് റീഡിങ് എടുക്കാൻ പോകും. മൂത്തയാളില്ല ഇവിടെ? അവള് ക്ലാസ്സിന് പോയി. അപ്പൊ ഞാൻ ഇവിടെ, അവളിവിടെ നിൽക്കുകയല്ലേ, അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞങ്ങള് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അമ്മ ചോറൊക്കെ വെച്ചേക്കായിരുന്നു, അതും എടുത്തുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും മോളെ കാണാനില്ല. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം നോക്കിയപ്പോഴാണ് ഞാൻ അപ്പോഴും എൻ്റെ കൊച്ചു കുളത്തിലുണ്ട്, കാരണം കുളത്തിൽ പോവില്ല അവള്, കുളത്തിലെന്നില്ലെന്ന് തന്നെയാണ് വിചാരിച്ചത്. ഞാൻ ഇവിടെ എല്ലാം തിരഞ്ഞിട്ട് അവിടെ താഴോട്ട് പോയി ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞ് ആ പയ്യനാണ് ഓടി വന്ന് ഇവിടെ എല്ലാം നോക്കിയിട്ട് അവൻ വീണ്ടും റോഡിൽ പോയിട്ട് വന്ന് ആ ചേട്ടൻ്റെ കൊച്ചിനെ കണ്ടോ ചോദിച്ച് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനാണ് കുളത്തിൽ 2 ചെരുപ്പും കിടക്കുന്നത്. അല്ല, ചെരുപ്പ് കിടക്കുന്നുണ്ട്. ഇത് ആരുടെ ചെരുപ്പെന്ന് കേട്ടപ്പോഴത്തേക്കാണ് ഞാനും കുളത്തിലോട്ട് നോക്കുന്നത് പോലും. ചെരുപ്പ് എടുത്തിങ്ങനെ മറിഞ്ഞു കിടക്കുകയത്. അപ്പം ആ ചെരുപ്പെന്ന് എനിക്കറിയാൻ പറ്റില്ലായിരുന്നു. അവ ഇങ്ങനെ ചെരുപ്പ് എടുത്തിട്ട് ഇതാണോ ചോദിച്ചപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ചെരുപ്പാണെന്ന്. അവൻ പെട്ടെന്ന് അവിടെ ചാടിയപ്പോഴത്തേക്കും കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അവൻ ആരെയൊക്കെ വിളിച്ച് പിന്നെ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കിട്ടി. ഇത് ശരിക്കും ആരെങ്കിലും ഇതിന്റെ പുറകെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമുക്ക് ആരെയും സംശയമില്ല. കാരണം സംശയം ഇല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരാൾ ഇല്ലാതെ കൊച്ചവിടെ ചെല്ലുവോ? അതൊന്നും നമുക്കറിയില്ലല്ലോ, എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ കാൽ പിടിച്ച് വീണതാണെങ്കിലോ? എനിക്ക് അതും അറിയില്ല എന്താണ് സംഭവിച്ചത്. അതുണ്ട്. കൊച്ചെന്തായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോടും മോളോട്, എന്നോട് പറഞ്ഞില്ലെങ്കിൽ അവളെ ചേച്ചിയോട് പറയാത്ത ഒരു കാര്യം, ഒരു രഹസ്യം അവൾക്കില്ല, ഒന്നുമില്ല അവൾക്ക്. എല്ലാം ഷെയർ ചെയ്യണതാണ്. സ്കൂളിൽ നിന്ന് വന്നാലും അവൾ കോളേജിൽ നിന്ന് വന്നാലും 1 മണിക്കൂറോളം സ്കൂളിലെ കാര്യങ്ങളും എന്നോട് പറഞ്ഞ കാര്യം അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കും. ഒരു വിഷയമല്ലേ കഴിഞ്ഞുള്ളൂ, മലയാളം മാത്രം. കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മാത്രമല്ല, ഒരുപാട് ഫോട്ടോകളുണ്ട് എൻ്റെ കയ്യിൽ. നമ്മളെ കൊച്ചുകുട്ടി അവള് നമുക്കെല്ലാവരൊക്കെ അവള് എനിക്കൊരു മോളാണ്. അപ്പോൾ അവൾക്ക് 2 എണ്ണം കിട്ടിയപ്പോൾ ഞാൻ ആശിച്ച്. നല്ല സ്വഭാവവും നല്ല പിള്ളയുമായിരുന്നു. എൻ്റെ എവിടെയും ചോറും കൊണ്ട് അറിയത്തില്ല, അത് നമുക്കറിയണം. അറിയണം. പക്ഷെ കുളത്തിൽ ഒന്നും പോകാത്തവരാണ്. ഞാൻ കുളിക്കാൻ പോയാൽ തന്നെയും എന്നെയും വിലക്കും, അതിനപ്പുറം പോവില്ല. നമ്മൾ വ്യാഴാഴ്ച എന്നാണ് രാവിലെ എവിടെ നിന്ന് പോകണം. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ പോലും ഞാൻ ചിലപ്പോഴും അപ്പം പോവരുത്, ഇഞ്ഞ വാ, ഇവിടെ എല്ലാം ഉണ്ട്, കുളിക്കാണ്ട സൗകര്യങ്ങളുണ്ട്, പോവരുതെന്ന് പറയും. അപ്പം പറയും മുങ്ങി കുളിക്കിട്ട് മക്കളെ ഒന്നും വേണ്ട, എനിക്ക് പേടി, ഞാൻ അങ്ങോട്ടും പോകില്ല, പിന്നെ എന്തിനു പോണത്, മീൻ കൊത്തുമെന്ന് പറയും. മീൻ കൊത്തും, അതുകൊണ്ട് പോകൂല അവള്. നമുക്ക് ഇത് എങ്ങനെ ഇതാണെന്ന് നമുക്ക് അറിയണം, കണ്ടെത്തി തരണം. ഇല്ല, അവള് ചെയ്യൂല. അങ്ങനെ വിചാരിക്കണമല്ലോ, എന്താണെന്ന് നമുക്ക് അറിയണം. എന്ന് വെച്ചാൽ എനിക്ക് 2 പയ്യന്മാര്, എനിക്ക് എൻ്റെ ചെല്ല മോളായിരുന്നു. അവള് വൃത്തിയായിട്ട് ഒരു സ്വഭാവവും. അതുകൊണ്ട് നമുക്കറിയണം ഇതെങ്ങനെയാണ് സംഭവിച്ചെന്ന് അറിയണം. അല്ല, അവള് ചെയ്യൂല, നമുക്ക് നല്ല ഉറപ്പ് തന്നെ. ഇല്ല, അങ്ങനത്തെ ഒരു കുട്ടികളല്ല ഇവർ 2 പേരും. എൻ്റെ 2 പയ്യന്മാർ, അവരും അങ്ങനെ 4 പേരുമാണ് ഒരു ഇത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ചേട്ടന്മാരോടും പറയും, ഞാൻ അവളെ അമ്മാവിയാണ്, എൻ്റെ കൊച്ചു ചെയ്യുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല. ഈ 10 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് എന്ത് സംഭവിച്ചു അല്ലേ? 2 മണിക്കൂറിനുള്ളിൽ 10:57 അവള് വിളിച്ചു. അത് കഴിഞ്ഞാണ് സംഭവിച്ചിരിക്കുന്നത്.